Audio Jungle. ഹായ് ഹലോ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കേരള സമാജത്തിന്റെ ഓണം സെലിബ്രേഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ. രാവിലെ 9 മണിക്ക് പ്രോഗ്രാം തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്ര നേരത്തെ ഒന്നും എത്താൻ പറ്റിയില്ലേ. എങ്ങനെ എത്താൻ പറ്റണതാ 9 മണിക്കൊക്കെ? ഞാൻ എന്താ ഡ്രസ്സ് എന്നറിയോ? സാരി. അതും ഞാൻ സാരി എടുത്തു കഴിഞ്ഞാൽ വൈക്കോൽ കൂന പോലെ ആവും എന്നൊക്കെ പറഞ്ഞ കുറച്ച് പേരുണ്ടായിരുന്നു. ഓരൊക്കെ മനസ്സിൽ ധ്യാനിച്ച് എന്തായാലും ഞാൻ ഇപ്രാവശ്യം ആ സാഹസത്തിന് മുതിർന്നു. ഇതിന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ സാരി എടുക്കല. എന്തായാലും ഈ സാഹസത്തിന് ഇനി ഞാനില്ലേ. അതുകൊണ്ട് എന്താ തുടക്കം മുതലുള്ള കുറേ പ്രോഗ്രാംസ് എനിക്ക് മിസ്സായിപ്പോയി. വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഞാൻ അവിടെ എത്താൻ കുറേ താമസിച്ചോണ്ട് എന്താ പറ്റിയ വെച്ചാൽ രാവിലെ ഉണ്ടായിരുന്ന കുറേ കുഞ്ഞു മക്കളെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. നവാസ്ക കമ്മിറ്റിയിലെ ഒരാളായതുകൊണ്ട് മൂപ്പരെ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിക്കേണ്ട ഡ്യൂട്ടി അതും ഇന്റേതായിരുന്നു. പിന്നെ ഒഴിഞ്ഞു കിടക്കണ കസേര കണ്ടിട്ട് പരിപാടിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഇതെന്താ ഒഴിഞ്ഞ കസേര മാത്രാണല്ലോ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അന്നത്തെ ദിവസം ദീപാവലിയും കൂടി ആയിരുന്നു. രാവിലെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട എല്ലാവർക്കും വരാന്. പിന്നെ ഫുഡ് കഴിക്കണ നേരായപ്പോ അവിടെ വമ്പൻ തിരക്കായിരുന്നു കേട്ടോ. കമ്മറ്റിക്കാർ അങ്ങോട്ടോടണു ഇങ്ങോട്ടോടണു, ഭയങ്കര ജഗപ്പോക. ഓഡിയൻസിനെ എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിയിട്ട് ക്യൂസ് കോമ്പറ്റീഷനും നടത്തിയിട്ടുണ്ടായിരുന്നു. കോപ്പി അടിച്ചിട്ടാണെങ്കിലും നവാസ്ക ഒരാൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് സാരിയൊക്കെ എടുത്തതല്ലേ, അപ്പൊ പിന്നെ സെൽഫി അല്ലാതെ വേറെ വഴിയില്ല. എന്നാലും നമുക്ക് കുറച്ച് കോംപ്ലിമെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പൊ ഞാനതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പുകഴ്ത്തുന്ന് പറയും. അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങട് ഏതായാലും അവിടെ ക്യൂസ് കോമ്പറ്റീഷൻ നടക്കല്ലേ. ഇനി നമ്മളെ കണ്ട് നമ്മളെ എണീപ്പിച്ച് നിർത്തി വല്ല ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ജോലിയിലാണെന്നുള്ള രീതിയിൽ ക്യാമറ എടുത്തിട്ട് ഞാൻ അത് കൂടിയൊക്കെ ആകെ നടന്ന് എല്ലാരും ഒന്ന് വീഡിയോയിൽ എടുക്കാന്ന് വെച്ചു. മൈക്കെങ്ങാനും കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കൊടുക്കുന്ന പരിപാടി നമ്മളെ നവാസ്കാക്ക് ഇല്ല കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറയാറുണ്ട്, എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാവുമ്പോ മൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചു നേരം തള്ളുക, അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു കൊടുക്കണം കേട്ടോന്ന്. ഒരു പ്രോഗ്രാം നടക്കുമ്പോ എന്തായാലും സംഭാവന ആവശ്യമല്ലേ. സംഭാവനകൾ കൂമ്പാരമാകുമ്പോഴല്ലേ പരിപാടികൾ ഗംഭീരമാവുള്ളൂ. അതുകൊണ്ട് തന്നെ കേറി വരുന്ന ഭാഗത്ത് തന്നെ ടേബിൾ ഇട്ട് ഈ 3 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കേരള സമാജത്തിന്റെ ഓണപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹൈലൈറ്റ് എന്തായാലും തിരുവാതിരക്കളിയാണ്. ഇതാ ഇവരെല്ലാരും ആണ് കേട്ടോ തിരുവാതിര കളിക്കുന്നവര്. അപ്പൊ പിന്നെ അവരുടെ ഫോട്ടോ എടുക്കലും സെൽഫിയും എല്ലാം കൂടി നല്ല തിരക്കായിരുന്നു. ഫുൾ ടൈം ക്ലോസപ്പിന്റെ പരസ്യം കാണിച്ചെടുക്കണ നമ്മളെ സ്വന്തം രാഗി. ഈ തിരുവാതിരക്കളി ഞാൻ അങ്ങ് എടുക്കുക എന്നുള്ള ഭാവത്തില് സ്റ്റേജിൽ ഫുൾ ടൈം ചിരിയായിരുന്നേ. നവാസ്ക എന്നെ വന്ന് വിളിച്ചപ്പോഴാ ഞാൻ അന്തം വിട്ടുപോയത്. ഇതിപ്പോ എന്താ കഥ? ഞങ്ങളെ കൂടെ സൗദിയിലൊക്കെ ഉണ്ടായിരുന്ന നവാസ്കാന്റെ സ്വന്തം ചങ്ക്. ഈ ചേച്ചിനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോട്ടഡായിരുന്നു കേട്ടോ. എന്തോ ഹെയർ സ്റ്റൈലോ എന്തോ എനിക്ക് ആളെ പ്രത്യേകമായിട്ട് അങ്ങോട്ട് ഇഷ്ടായി. തുടക്കം മുതലേ സമാജത്തിന്റെ നർത്തകിയായ ഗോപികയും ഹസ്ബൻഡും ആണ്. ഞങ്ങള് തമ്മിൽ നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൂടി അങ്ങനെ പോവാറാ. അവന് ഇനിയും പുകഴ്ത്തും, ഞാൻ അവനും പുകഴ്ത്തും. പതിവ് എന്തായാലും ഇപ്രാവശ്യം തെറ്റിച്ചില്ല. സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന നേരത്ത് താഴെ ഇരുന്നിട്ട് മക്കൾ അതിലേറെ ഗംഭീരായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ പിന്നെ നമ്മളെ നൈബേഴ്സും ഫ്രണ്ട്സ് എല്ലാരും ആണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ ഇടാന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് അവർക്ക് ചെറിയൊരു ചമ്മൽ ഇല്ലാതല്ല. സ്റ്റേജിൽ ഗംഭീരായിട്ട് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മോള് ഓടി വന്ന് എന്റെ മടിയിൽ വന്നിരുന്നു ട്ടോ. എന്നിട്ട് ഭയങ്കര സംസാരം എന്നോട്. സാരി വേണോ, എന്റെ കയ്യിൽ ചെറിയൊരു സാരി ഉണ്ട്, എന്റെ പൊന്നോ സാരിയൊന്നും എനിക്ക് ഇനി കേക്കേ വേണ്ട. അല്ലെങ്കിൽ നമ്മളൊരു പരിപാടി നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളടുത്ത് വന്നിട്ട് കുറച്ച് കൂടുതൽ നമ്മളോടൊരു ഇഷ്ടം കാണിക്കലില്ലേ, അതേപോലെ ഒരു മോള് ട്ടോ. ഈ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോ അതിൽ എല്ലാരും അതിശയത്തോടെ നോക്കണ ഒരാളുണ്ടാവൂലേ, അതേപോലെ ഒരു മോളായിരുന്നു കേട്ടോ ഇവള്.
ഭയങ്കര ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടായിരുന്നു കേട്ടോ ആള് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നേ, അതില് വിന്നേഴ്സ് ആയിരുന്നു ഇവര് രണ്ടുപേരും. ആ, ഇതാ വരുന്നു നമ്മളെ മാവേലി. നമ്മളെ കൺസെപ്റ്റിലെ മാവേലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കുടവയറും കൊമ്പം മീശയൊക്കെ അല്ലായിരുന്നോ. പക്ഷെ ഇപ്രാവശ്യത്തെ ഞങ്ങളെ മാവേലി എന്ന് പറഞ്ഞാൽ ന്യൂജനായിരുന്നു കേട്ടോ. അങ്ങനെ പതിവ് തെറ്റാതെ ഇപ്രാവശ്യം തിരുവാതിരക്കളി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ടൈം ഉണ്ടായിരുന്നെങ്കിലും ആരും ബോറടിക്കാതെ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. കുറേ കാലത്തിന് ശേഷം നമ്മളെ പരിചയക്കാരൊക്കെ കാണുമ്പോ എന്തായാലും നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് കുറച്ചു നേരം ഇരുന്നപ്പോഴേക്കും ഇതേ നമ്മളെ കാരണവരെത്തിട്ടാ. നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പൈസ എങ്ങാനും അടിച്ചു മാറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അന്ന് ഇവിടെ ഒന്ന് വന്നിരിക്കുക അപ്പൊ എനിക്ക് മനസ്സിലാവുമെന്ന് പറയായിരുന്നു ആള്. പിന്നെ ഇവിടുത്തെ MLA യും കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാരും കൂടിയിട്ട് പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനവും ചെയ്തു. പിന്നെ MLA-ന്റെ കുറച്ച് പ്രസംഗം ഉണ്ടായിരുന്നു കേട്ടോ, അതിന്റെ കുറച്ച് ഹൈലൈറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ಓಣಂ ಹಬ್ಬಕ್ಕೆ ಬಂದಿರುವಂತ ಎಲ್ಲ ಹಿರಿಯರೇ, ಸ್ನೇಹಿತರೇ, ಶ್ರದ್ಧೆಯ ತಾಯಂದಿರೇ, ಪುಟಾಣಿ ಮಕ್ಕಳೇ. കന്നഡ അറിയാത്തവർക്കൊന്നും അത് മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. യാ മോനെ, പിന്നെയായിരുന്നു നമ്മളെല്ലാവരും ഓണം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്ന ആ ഗംഭീരമായ ചടങ്ങ് ഓണസദ്യ, അതും 28 ഐറ്റംസ്. സദ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. ലജേഷ് ആൻഡ് ടീമായിരുന്നേ ഗാനമേള അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കറങ്ങി തിരിഞ്ഞ അവസാനം ചെയർ കിട്ടിയതോ നേരെ അവന്റെ മുന്നിലും. ഞങ്ങള് രണ്ടാളും സ്ലിം ബ്യൂട്ടി ആയതുകൊണ്ടേ ഭക്ഷണമൊന്നും ഞങ്ങൾ അധികം കഴിക്കാറില്ല കേട്ടോ. പക്ഷെ എല്ലാരും വിചാരം എന്താ, ഇവര് ഇത്രയും കഴിച്ചിട്ടാണ് ഈ തടിച്ചതെന്ന്. ഞങ്ങൾക്കല്ലേ ഞങ്ങളെ വിഷമം മനസ്സിലാവുള്ളൂ. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് ഗാനമേളയായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവിടെ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറയുന്ന പോലെ ഒരാളിരുന്നിട്ട് ഗംഭീരായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം കുട്ടികളെ കലാപരിപാടികളും വീണ്ടും ഉണ്ടായിരുന്നേ. ഞാനും നവാസ്കിയും അതും കൂടിയിട്ട് ഒരു ചെറിയൊരു സ്കിറ്റൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ കൊടുക്കേ. ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ എന്തായാലും ഗാനമേളക്കാർക്ക് പറ്റിയേ. കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ പേടിച്ചിട്ടാട്ടോ ഫുള്ള് ഇടാത്ത. എന്തായാലും സദ്യ കഴിച്ച ഉറക്കം വന്നവരിതൊക്കെ ഉറക്കം പോയിട്ടുണ്ടായിരുന്നു. ഓഡിയൻസിന്റെ ഉറക്കം അങ്ങോട്ട് പമ്പ കടത്തി. ആ, നവാസ് ഖാനെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഞാനും നവാസ്കിന്ന് അതും കൂടി സ്കിറ്റ് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, കയ്യിന്ന് ഇടായിരുന്നു കേട്ടോ മൊത്തം. പ്രോഗ്രാം എന്തായാലും ഒരു 7 മണിവരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫോണിന്റെ ചാർജ് അത്ര നേരം വരെ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇത്രയും നേരം വീഡിയോ ഒക്കെ എടുക്കലല്ലായിരുന്നോ. അങ്ങനെ പിന്നെ കുറച്ചു നേരം കൂടിയൊക്കെ പ്രോഗ്രാം കണ്ടിട്ട് ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തിയപ്പോ എന്താ അവസ്ഥ, ഇവിടെ ദീപാവലി അല്ലായിരുന്നോ. ഭയങ്കരായിട്ട് പട്ടാക്കിയും പൂത്തിരിയും ഒക്കെ ആയിട്ട് ഗംഭീരായിരുന്നു. ഒരു ദിവസത്തെ മൊത്തം പരിപാടി 9 മിനിറ്റിൽ എഡിറ്റ് ചെയ്ത് തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.